അവൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ കെട്ടിയിട്ട് ഇറങ്ങി, സ്റ്റൂളൊക്കെ ഇട്ടിട്ട് കയറിയിട്ട് ഇറങ്ങി. ചേട്ടൻ അഭിനയിക്കാൻ വന്നതല്ലേ, അഭിനയിച്ചിട്ട് പോയാൽ മതി കേട്ടോ, അത് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അങ്ങനെ ഓക്കെ സോറി, ഷോട്ട് എടുത്തു. കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചു. ചേട്ടൻ കുട്ടസാറിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, എത്ര ഇവിടെ വർക്ക് ചെയ്ത്? പിന്നെ അതായി ഉടനെ ഡയറക്ടർ എല്ലാവരും അറിഞ്ഞു. ഇത് ചിലപ്പോൾ പാരയാവും. എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യിക്കാൻ, നമുക്ക് സ്വയം പ്രൂവ് ചെയ്യാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും പറ്റുന്ന ഒന്നായിട്ടാണ് ഷോർട്ട് ഫിലിമുകളെ ഞാൻ കാണുന്നത്. ഞാൻ നേരെ ഓടി ചെന്നിട്ട് സാർ എന്ന് പറഞ്ഞിട്ട് നേരെ എന്നിട്ട് ഈ ചുള്ളിക്കമ്പ് എടുത്തു. അവിടെ എന്നിട്ട് ആരോ അവിടെ ചുള്ളിക്കമ്പ്, ആര് പറഞ്ഞു എന്നോട്, നീ ആ നേരത്തെ ചുള്ളിക്കമ്പ് എടുത്തല്ലേ? മനസ്സിലായി, ഫീൽഡ് ക്ലിയർ ചെയ്തതാ. ഞാനൊരു നന്മയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഫ്രെയിമിലില്ലാത്ത സംഭവമാണ്. അത് അയാൾക്ക് ടയർ കൊണ്ട് നിർത്താനുള്ള മാർക്ക് കൊടുത്തതാണ്. വലിയ ക്യാമറ കൊച്ചു ക്യാമറ എന്ന് പറയുമ്പം ആ കാലം പോയി, വലിയ ക്യാമറയുടെ കാലം പോയി. പക്ഷേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഒന്ന് തന്നെയല്ലേ. ഈ ഷോർട്ട് ഫിലിമുകളെ അങ്ങനെ അവജ്ഞയോടെ കാണേണ്ട കാര്യമില്ല. കാര്യം വലിയ ആളുകൾ ഷോർട്ട് ഫിലിമിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ റീസെൻ്റായിട്ട് രഞ്ജിത്തേട്ടൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം പറയുമ്പം ശരിയാണ്, നമുക്കും ഭയങ്കര പെയിൻഫുള്ളാണ്. നമ്മൾ ആഗ്രഹിച്ചത് എടുത്തു ചോദിക്കാനുള്ളൊരു കാരണം ഇന്ന് സിനിമ കിട്ടിയില്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പലരും ഭയങ്കര സങ്കടപ്പെടുക, അല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് നിലവിളിക്കുകയും പിന്നെ അത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇട്ടിട്ട് പോകും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം 96 മുതൽ 2026 കൃത്യം പറഞ്ഞാൽ 30 വർഷം അല്ലേ, 30 വർഷം എടുത്ത് ഒന്ന് നമ്മൾ രജിസ്റ്ററായി എസ്റ്റാബ്ലിഷ് ആയി ഇങ്ങനെ ഒരാളുണ്ട് കേട്ടോ, ആലപ്പുഴയിലെ സഹീർ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്നെ എല്ലാവരും അറിയുന്നുണ്ട്. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ എന്നെ ആരും അറിയില്ല, കാണുന്ന 10ഓ 15ഓ അടുത്തറിയപ്പെടുന്നവരേ ഉള്ളൂ. ആ 30 വർഷം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉണ്ടാക്കിയതല്ലല്ലോ കരിയറിൽ. ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരും അറിഞ്ഞില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സിനിമയെ കഴിഞ്ഞും അറിയുമായിരുന്നു? സിനിമക്കാർ കുറേ പേര് എന്നെ അറിയപ്പെട്ടത് എൻ്റെ ഷോർട്ട് ഫിലിമുകളിലൂടെയാണ്. കാരണം ഈ പല ഡയറക്ടേഴ്സും ഷോർട്ട് ഫിലിം പുതിയ ജനറേഷനിൽ, പിന്നെ ഇപ്പം മനു അശോകൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മനു അശോകൻ ഞാൻ അഭിനയിച്ച ഷോർട്ട് ഫിലിമുകളുടെയൊക്കെ ഈ ഫെസ്റ്റിവലുകൾ ഉണ്ടാവും, കോമ്പറ്റീഷൻസ്, അവിടെയൊക്കെ ജൂറി അംഗമായിട്ട് വന്ന് ഞാൻ അഭിനയിച്ച പല ഷോർട്ട് ഫിലിമുകളും കണ്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ട്, മെസ്സഞ്ചർ വഴി പരിചയപ്പെട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞത്, ചേട്ടൻ്റെ 1-2 ഷോർട്ട് ഫിലിമുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അയ്യോ എന്നായി. അതേപോലെ തന്നെ ദിഞ്ചിത്ത് അയ്യത്താൻ നമ്മുടെ എക്കോയുടെ ഡയറക്ടർ, പുള്ളിയെ ഇതുപോലെ പരിചയപ്പെട്ടപ്പോൾ പുള്ളിയും പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഷോർട്ട് ഫിലിം. ഇപ്പോൾ ബാഹുല്യമേശം അങ്ങനെയാണ്, എൻ്റെ ഷോർട്ട് ഫിലിമുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കിഷ്കിന്ധ കണ്ടത്തിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തത്. ഈ 3 പടത്തിൽ പിന്നീട് KF ഇതില്ലേ നമ്മുടെ കേരള ഫയൽസ് സീസൺ 2 ആ ഒരു അഗസ്റ്റിൻ്റെ ക്യാരക്ടറിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എക്കോയിലെ പാപ്പച്ചനായിട്ട് എന്നെ ഉറപ്പിക്കുന്നത് അതെല്ലാം ഷോർട്ട് ഫിലിമുകളുടെ. പിന്നെ ഷോർട്ട് ഫിലിമുകളുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്നെ സംബന്ധിച്ചുണ്ടായത്, ഞാനൊരിക്കൽ പ്രിയ നോട്ടത്തിലാണെന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ് ഇവിടെ എറണാകുളത്ത്. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൻ്റെ ലൈറ്റപ്പ് ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഈ മൊബൈൽ സൈലൻ്റായിട്ട് വെച്ചിട്ട് ആരെങ്കിലും വിളിച്ചോ, അന്ന് വീട്ടിലെന്തോ ആർക്കും സുഖമില്ലാത്ത മോൾക്കോ എന്തോ സുഖമില്ലാത്തൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് കാണാൻ എന്തെങ്കിലും കോൾ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഒരു അനോണിമസ് നമ്പർ കിടക്കും. അപ്പം ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചു. അപ്പം ഇല്ലില്ല, ഞാൻ അന്നേരം വിളിക്കാതെ ഇത് ആരാണെന്ന് അറിയുന്നില്ലല്ലോ, അപ്പം വല്ല ഫേക്ക് നമ്പറായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഞാനിത് സൈലൻ്റ് മോഡ് മാറ്റിയപ്പോൾ എല്ലാ നമ്പറിൽ നിന്ന് വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഒരാൾ സംസാരിക്കുകയാണ്, ഞാൻ ഇതുപോലെ ആന്ധ്രയിൽ നിന്നാണ് വിളിക്കുന്നത്, ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേര് ഇന്നതാണ്, ഞാനൊരു മൂവി ഡയറക്ടറാണ്, ഞാൻ എൻ്റെ ഒരു മൂവിയിൽ നിങ്ങളെ അഭിനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ആരെങ്കിലും എന്നെ പറ്റിക്കാനാണ് എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നുന്നു. കാരണം ഹൈദരാബാദിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കാനോ, അതിൻ്റെ കാരണം എന്താ, ഞാൻ അത്ര വലിയ സംഭവമൊന്നും ചെയ്തിട്ടുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഷൂട്ടിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. അന്നേരം ഷൂട്ടല്ല, ബ്രേക്ക് ടൈമാവും. ഞാൻ എന്ത് ചെയ്തു, ട്രൂ കോളറിനകത്ത് നമ്പർ നോക്കി. അപ്പോൾ ഇവൻ ഒരു പേര് പറഞ്ഞു, ഞാൻ ഈ വാസുദേവ റെഡ്ഡി എന്നൊരു പേര് പറഞ്ഞു. ഞാൻ ട്രൂ കോളർ നോക്കിയപ്പോൾ അതേ പേര് തന്നെ. അപ്പോൾ ഇത്
ഒറിജിനലാണ്. അപ്പോൾ ഇതല്ല. ഞാൻ തിരിച്ചു വിളിച്ചു. അത് ചോദിച്ചു എന്താ സംഭവം. അപ്പം പറഞ്ഞു ഇന്ന പോലെയാണ് സംഭവം. എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു പിന്നെ ഇവിടെ ചാലക്കുടിയിലുള്ള ഒരു ക്യാമറമാനുണ്ട്, പുള്ളി ഹൈദരാബാദിലാണിപ്പോൾ, പുള്ളിയാണ് എനിക്ക് നമ്പർ കളക്ട് ചെയ്ത് തന്നാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എന്നെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞു പറഞ്ഞു, നിങ്ങളുടെ ഒരു 1-2 ഷോർട്ട് ഫിലിമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം ഒരെണ്ണം കണ്ടു സംതിങ്. അപ്പം പുള്ളി അതിൻ്റെ പേര് ഇങ്ങനെ ആലോചിച്ചു, സംതിങ് ഓർമ്മകൾ, ഞാൻ പറഞ്ഞു ഓർമ്മകൾ ഉപ്പിലിട്ടത് യാ പറഞ്ഞു. അപ്പം അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഹോട്ടൽ മറ്റേ കേറ്ററിങ്ങിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഷോർട്ട് മൂവി, ഞാൻ പറഞ്ഞു കൗപീന ശാസ്ത്രം, അതെ. അങ്ങനെ 3-4 ഷോർട്ട് ഫിലിമുകൾ ഇയാൾ കണ്ടിട്ടുണ്ട് അത്രേ. കണ്ടിട്ട് എന്നെ ഇയാൾ സെർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ പേര് കാര്യങ്ങൾ, അപ്പം നമ്പറില്ല. അങ്ങനെ ഇയാൾ വേറെ ഏതോ ഒരു സോഴ്സിൽ ഈ മലയാളി ക്യാമറമാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം സംഭവിച്ച ഈ ക്യാമറമാൻ്റെ അനിയൻ്റെ പ്രോജക്റ്റിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ചെന്നൈ LV പ്രസാദിൽ. വൈശാഖ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട്, അവൻ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് അവൻ്റെ പ്രോജക്റ്റിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. സരസ്വതി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത് അങ്ങനെയാണ്. അവിടുത്തെ ഒരു പ്രോജക്റ്റായിരുന്നു. സരസ്വതി കണ്ടിട്ടാണ് ഓർമ്മകൾ ഉപ്പിലിട്ടതൊക്കെ എന്നെ അവർ വിളിക്കുന്നത്. ഓർമ്മകൾ ഉപ്പിലിട്ടത് കണ്ടിട്ടാണ് കൗപീന ശാസ്ത്രത്തിലേക്ക് എന്നെ അതിൻ്റെ ഡയറക്ടറുമൊക്കെ കൂടെ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റൂട്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഷിമോഗയിൽ പോയി. ഒരു നല്ല അടിപൊളി സബ്ജക്റ്റുമാണ്, നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അത് ഷിമോഗയിൽ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ അതിൻ്റെ ക്ലൈമാക്സ് ചെയ്തു. ഡബ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പക്ഷേ സമയമെടുക്കും. അപ്പോൾ പറഞ്ഞു വേണ്ട സാർ, നമ്മൾ ഇവിടെ ആളിനെ വെച്ചിട്ട് ചെയ്തോളാം, റിസ്ക് എടുക്കുന്നില്ല. ഇപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം അത് തെലുങ്കിലാണ് ആ പടം. അല്ല, ഞാനിത് പറയാൻ കാരണം അത് ഇപ്പോഴല്ല, അത് നാളെ കുറേ ആയി അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അല്ല, ഇപ്പം എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇന്നലെ ചേട്ടൻ വീണ്ടും വിളിച്ച് ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തപ്പോൾ ചുമ്മാ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ നമ്പർ സൈറേട്ടൻ്റെ നമ്പർ കണ്ടില്ലെന്ന് പറഞ്ഞ് ആരും തട്ടണ്ട. സൈറേട്ടൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചത്, ഞാൻ പറയുന്നത് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് ഓർമ്മ. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫിലിം കൊണ്ടുണ്ടാകുന്ന ഗുണമാണത്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. ഇപ്പോൾ ബാഹുലമേഷിനെ പോലൊരാൾ, അല്ലെങ്കിൽ ദിഞ്ചിത്ത അയ്യത്താനെ പോലൊരാൾ, അല്ലെങ്കിൽ മനു അശോകനെ പോലൊരാൾ നമ്മുടെ ഷോർട്ട് ഫിലിമുകൾ കണ്ടിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളെ ഇത് ചെയ്യുന്നു. പരിചയപ്പെടുമ്പോൾ നേരിട്ട് കാണുകയൊക്കെ ചെയ്യും. എടാ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്, എടാ മറ്റേ അതിനകത്ത് ഗംഭീരമായിരുന്നു, ഇത് ഗംഭീരമായിരുന്നു. ഈ പറയുന്ന പോലെ തന്നെ ഷോർട്ട് ഇപ്പം എല്ലാം ചേട്ടനെ സംബന്ധിച്ച് 72ഓളം, അതായത് ഫിലിമാണെല്ലാം. അതെ, സിനിമയാണ്, എല്ലാം സിനിമയാണ്. അപ്പോൾ എല്ലാം സിനിമയാണെന്ന് പറയുമ്പോഴും പലർക്കും ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ഭയങ്കര നാണക്കേടാണ്. അതിൽ വലിയ ക്യാമറയിൽ നിന്ന് ഷോർട്ട് ഫിലിമിലേക്ക് വരാൻ മടി, അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പിള്ളേർ സിനിമ മോഹമായിട്ട് ആദ്യം തന്നെ ഷോർട്ട് ഫിലിം നടക്കും. അതായത് ഈ കഴിഞ്ഞിടെ കുറച്ച് പിള്ളേർ ഇങ്ങനെ എന്നോട് ചോദിച്ചു, ചേച്ചി ഞങ്ങളൊരു സിനിമ ചെയ്യുന്നുണ്ട്, നാട്ടുകാരൊക്കെ കൂടി പിരിവിട്ടാ ചേച്ചി നടത്തുന്നത്, ചേച്ചി അതിൻ്റെ PR ഒന്ന് ചെയ്തു തരാം. ഞാൻ പറഞ്ഞ മോനെ, ഞാൻ ഇൻ്റർവ്യൂ അന്ന് ഞാൻ വേറെ ചാനലില്ല, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാം, പക്ഷെ അത് ഓടുമോ ഇല്ലയോ എന്ന് എന്നോട് എനിക്ക് പറയാൻ പറ്റൂല. നമുക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ, കാരണം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഈ പറഞ്ഞൊരു അതായത് മുന്നിൽ നിന്ന വലിയ ക്യാമറ, അതായത് അനീതിപ്രാവ്, ഉസ്താദ്, മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരുടെയും സിനിമ, ദിലീപ് എല്ലാവരുടെയും സിനിമയ്ക്ക് വലിയ ക്യാമറയിൽ നിന്നിട്ട് ഈ പറഞ്ഞൊരു ചെറിയ ക്യാമറയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു അപ്പം ക്യാമറ വെച്ച് ആംഗിൾ മുഴുവൻ അറിയാം. കാരണം മമ്മൂട്ടിയുടെ ആ പടത്തിനകത്ത് ഒറ്റ ഷോട്ടിൽ ഷെയർ ചെയ്തപ്പോൾ ബാക്ക് ക്യാമറ ആയതുകൊണ്ട് മുണ്ടഴിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ പുഴുവിനകത്ത്. അതുപോലെ ഈ ഒരു മറ്റേത് വലിയ ക്യാമറയിൽ നിന്ന് ഈ കൊച്ചു ക്യാമറയിലേക്ക് വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. വലിയ ക്യാമറ കൊച്ചു ക്യാമറ എന്ന് പറയുമ്പം ആ കാലം പോയി, വലിയ ക്യാമറയുടെ കാലം പോയി. ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പം അലക്സയും അതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഒന്ന് തന്നെയല്ലേ. പിന്നെ ഈ ഷോർട്ട് ഫിലിമുകളെ അങ്ങനെ അവജ്ഞയോടെ കാണേണ്ട കാര്യമില്ല. കാര്യം വലിയ ആളുകൾ ഷോർട്ട് ഫിലിമിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ റീസെൻ്റായിട്ട് രഞ്ജിത്തേട്ടൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം, അതിൽ പ്രശസ്തനായ ശ്യാമപ്രസാദ് എന്ന് പറയുന്ന ഡയറക്ടർ അഭിനയിച്ചു, മഞ്ജു വാര്യർ അഭിനയിച്ചു. അത് ഷോർട്ട് മൂവി ആയിരുന്നു അല്ലേ, ആരോ. അത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോ അഭിനേതാക്കൾ എന്നുള്ള നിലയിൽ അവർക്കോ ഉണ്ടായിരുന്നിരിക്കാം. അത്
പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയാണ്. Yes. അപ്പം ഒരു പക്ഷേ ഈ ബാക്കിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്കൊരു പ്രചോദനം നൽകാൻ വേണ്ടി ആയിരിക്കാം അങ്ങനൊരു ഉദ്യമത്തിന് അവർ തയ്യാറായതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഷോർട്ട് ഫിലിമുകളെ നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഷോർട്ട് ഫിലിമുകളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു 3-4 പേരേ ഉണ്ടാവുള്ളൂ. അതൊരു 20 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 24-25 മിനിറ്റിൽ 30 മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു സ്പേസ്, നല്ല സ്പേസ് ഉണ്ടാവും. ആ ക്യാരക്ടറിനൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാവും. ഒരു ആ ക്യാരക്ടർ എന്താണ് എന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്ത് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇമോഷൻ ഉണ്ടാവും, പലതുണ്ടാവും. പല ഡയമെൻഷൻസിൽ ആ ക്യാരക്ടറിനെ അവർ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അതല്ല, അവിടെ ചിലപ്പോൾ ഒരു 10, 20, 25 ആർട്ടിസ്റ്റുകളുണ്ടാവും. ഇതിൽ ഒരാളായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ചെറിയൊരു പാർട്ട്, ചിലപ്പോൾ മിന്നായം പോലെ വന്നു പോയി. മറ്റേ അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യിക്കാൻ, നമുക്ക് സ്വയം പ്രൂവ് ചെയ്യാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും പറ്റുന്ന ഒന്നായിട്ടാണ് ഷോർട്ട് ഫിലിമുകളെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹപ്രവർത്തകരായ നടീനടന്മാരോട് ഞാനെപ്പോഴും പറയും, നിങ്ങൾ ഷോർട്ട് ഫിലിമുകൾ വന്നാൽ നല്ല ക്യാരക്ടറാണ് ചെയ്യണം. പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പിള്ളേർ ചെയ്യുന്ന പ്രോജക്റ്റുകളുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും വലിയ കാരണം എന്താ പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചെന്നൈ LV പ്രസാദിൻ്റെ ഒരു പ്രോജക്റ്റ്, അവിടുന്ന് അവരുടെ പ്രോജക്റ്റുകൾ പലതാണ്. അവസാനമാണ് ഈ ഡിപ്ലോമ ഫിലിം ചെയ്യുന്നത്, വർഷാവസാനമാണ് ഡിപ്ലോമ. അതിനു മുമ്പ് കുറേ പ്രോജക്റ്റുകളുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു രീതി അങ്ങനെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രോജക്റ്റ് കൽക്കട്ട സത്യേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സ്റ്റുഡൻറ്റും ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റും തമ്മിലൊരു വോക്കൽ കണക്ഷൻ ഉണ്ടാവും. അവൻ ഇത് കാണാൻ സാധ്യത ഉണ്ടാവും. ഇവൻ ചെയ്തിട്ട് അളിയാ നീ ചെയ്ത വർക്ക് ഏതാടാ, ഒന്ന് അയച്ചു തരുവാടാന്ന് ചോദിക്കും, ഇവൻ അയച്ചു കൊടുക്കും. അവനത് കാണും. എടാ ഈ ചേട്ടൻ കൊള്ളാമല്ലോ, ഇല്ല ഈ ചേച്ചി കൊള്ളാമല്ലോ, ഇതെവിടെ അദ്ദേഹത്തിൻ്റെ വീട്, ഇല്ല ഈ ചേച്ചിയുടെ വീട് എവിടെയാണ്, അത് ഇന്നടുത്ത്. എടാ നമുക്ക് കോൺടാക്ട് നമ്പർ തരാം. എടാ ഞാൻ ഒരു പരിപാടി നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ചെയ്യാൻ പ്ലാനുണ്ട്, ഇതുപോലൊരു ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞു. ഒരു കണക്ഷൻ കിട്ടുകയാണ്, ഒരു പാലം, നമ്മുടെ അവസരങ്ങൾ ഇങ്ങനെ തുറന്നു വരുന്നത്. യെസ്, ഒരു പാലം നമുക്ക് കിട്ടുകയാണ് അങ്ങോട്ട്. എവിടുന്ന്? ചെന്നൈയിൽ നിന്ന് കൽക്കട്ടയ്ക്ക്, കൽക്കട്ടയിൽ നിന്ന് പിന്നെ പോണത് ഇത് നേരെ FTA പൂനെയിലേക്കാണ്. അപ്പോൾ അതിങ്ങനെ പോവാം. ഇത് അപ്പോൾ പൂനെ FTAന്നോ SRFTന്നോ കൽക്കട്ടയെന്നോ പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്ലോമ ഫിലിം തീർച്ചയായും നോട്ടീസ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നറിയാമോ? ബോളിവുഡിലെ, അതല്ലെങ്കിൽ അതേ മേഖലകളിലുള്ള ഇപ്പോൾ അനുരാഗ് കശ്യപിനെ പോലെയോ ഒക്കെയുള്ള ഫിലിം മേക്കേഴ്സ് ആയിരിക്കും ഇത് ചിലപ്പോൾ കാണുന്നത്. അതിലെ നമ്മുടെ ഒരൊറ്റ സീനിലെ ഒരു പെർഫോമൻസ് അവർ ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെന്നിരിക്കും. നമുക്കറിയാൻ പറ്റില്ല. അവിടെ നിന്നാണ് നമ്മുടെ തലവര മാറുന്നത്. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതേസമയം നമ്മൾ കാലാകാലം ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ചാൻസ് ചോദിച്ച് സൈക്കിളേൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊരു സംഭവം, അല്ലെങ്കിൽ ഞാനതിനെ കളിയാക്കുകയോ കുച്ചായി കാണുകയല്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനൊരു ഷോട്ട് കിട്ടുന്ന പോലും മഹാഭാഗ്യമാണ്. പക്ഷെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട്. പണ്ടിതില്ല. പണ്ട് ഈ ഷോർട്ട് ഫിലിമുകളില്ല. കാര്യം ഈ യൂട്യൂബൊന്നും വന്നില്ലല്ലോ. ഈ യൂട്യൂബുകളും ഈ സോഷ്യൽ മീഡിയ സജീവമായപ്പോഴാണ് ഈ ഷോർട്ട് ഫിലിം മേക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നത്. പണ്ട് ടെലിഫിലിമായിരുന്നു. ഇപ്പോൾ ദൂരദർശനിൽ ടെലിഫിലിം 2 എപ്പിസോഡ് ടെലിഫിലിം വരും. അത് ആ ദൂരദർശൻ്റെതായ ഒരു അവരുടെ അവരുടെ ഒരു രീതിയുണ്ട്. ആ രീതിക്ക് അനുസരിച്ചുള്ള സ്ക്രിപ്റ്റേ അവിടെ സ്വീകരിക്കുള്ളൂ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാധനമായിരുന്നു. വലിയ എന്നാൽ ശ്യാമപ്രസാദ് സാർ ഇരിക്കുമ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പ് പോലെയുള്ള ടെലിഫിലിമുകളോടെ വന്നത്. അദ്ദേഹം ചെയ്ത പെരുവഴിയിലെ കരിയിലകൾ, എൻ മോഹൻ്റെ പെരുവഴിയിലെ കരിയിലകൾ, നരേന്ദ്രപ്രസാദ് സാർ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു ഷോർട്ട് മൂവിയാണത്. ടെലിഫിലിമാണ് പെരുവഴിയിലെ കരിയിലകൾ. ഗംഭീര വർക്കായിരുന്നു. ശ്യാമപ്രസാദ് സാർ ചെയ്തതാണ്. അന്ന് അതിൻ്റെ ഡയറക്ടർ മറ്റോ ആണ് അദ്ദേഹം. അതിന് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒരു ടെലിഫിലിമുണ്ട്. അതിൽ പിന്നെ നമ്മുടെ കുക്കു പരമേശ്വരൻ, അവരുടെ ഹസ്ബൻഡ് മുരളി മേനോൻ, പിന്നെ അലക്സ് കടവിൽ എന്ന് പറഞ്ഞിട്ടൊരു, അദ്ദേഹം മരിച്ചുപോയി, പിന്നെ മുരുകൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റുണ്ട് അദ്ദേഹം. അങ്ങനെ വലിയ ജഗജില്ലികളാണ് അവർ അഭിനയിച്ചതും അതിൻ്റെ പിന്നിലും.
അപ്പോൾ അങ്ങനെയുള്ളതും വന്നിട്ടുണ്ട്, വലിയ നിലവാരമുള്ള സാധനവും വന്നിട്ടുണ്ട്, വെറും ഇതായിട്ടുള്ളതും വന്നിട്ടില്ല എന്നല്ല. പക്ഷേ ഇന്നതല്ല, സാഹചര്യം മാറി. സോഷ്യൽ മീഡിയ വളരെ സജീവമായി, യൂട്യൂബ് വരുന്നു, വേറെ ഈ പറയുന്ന ഒരുപാട് അല്ല സാഹചര്യം. ഇപ്പൊ ഒരുപാട് പേര് റീൽസിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം ആവേശത്തില് പിള്ളേര് അവര് മൊത്തം റീൽസിൽ നിന്ന്. അല്ല ഇപ്പം മിക്കവാറും സിനിമകളിൽ എവിടെ ചെന്നാലും നമ്മൾക്ക് കുറേ പുതിയ പിള്ളേരെ കാണും. എന്താ ഏതായിരുന്നു ഞാൻ റീൽസൊക്കെ ചെയ്ത് വന്നാണെന്ന് പറയും. മറ്റേ ഒതളങ്ങാത്തുരത്തിലെ കൊച്ചൻ, അല്ല ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ ക്യാമറ അസിസ്റ്റന്റ് ആവും, അതായത് ക്യാമറ കണ്ടിട്ടില്ല, ക്യാമറ തൊട്ടിട്ടില്ല, ഓണാക്കുന്ന എവിടെ നിർത്തില്ല, ഓഫാക്കാൻ അറിയത്തില്ല, പെട്ടെന്നൊരു സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കളയാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് ആനന്ദകുട്ടൻ സാറിൻ്റെ അതായത് കുട്ടേട്ടൻ്റെ കൂടെ ചേർക്കുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടെ ഒരാളോട് ചോദിച്ചു, ഈ ക്യാമറ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നീ ആരാ? ഞാൻ ക്യാമറ അസിസ്റ്റൻറ്റ്. നീ ആരാ? ഞാൻ അവൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. എന്താ പണി? അത് അന്നത്തെ കാലത്ത് ഞാൻ 2016 ബാഹുവിൽ ഷൂട്ട് നടക്കുമ്പോൾ ഹൈദരാബാദ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ അസിസ്റ്റൻറ്റിൻ്റെ പണി എന്ന് പറയുന്നത് മറ്റേ ഈ ക്യാമറ വെക്കുന്ന കുറേ കട്ടയില്ല, ഇങ്ങനെ ചെറിയ പീസ്, ഇത് മാറ്റി വെക്കുക, അത് ആപ്പ് കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഈ അസിസ്റ്റൻ്റായിട്ട് നിന്നപ്പോൾ? ഇതെന്താണെന്നറിയണമല്ലോ നമുക്ക്, ഇത് തൊടിയിക്കത്തുമില്ല. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഇത്? അത് ഈ പറഞ്ഞ പോലെ ഒന്നും എൻ്റെ അനുഭവത്തിലില്ല. ഒരുപക്ഷെ അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ട്രാക്ക് ആൻഡ് റോൾ ഇടും. അപ്പോൾ അത് പാക്ക് ചെയ്യാന്ന് പറയും. പാക്കിങ്, അതായത് ഈ നമ്മുടെ തറനിരപ്പ് അല്ലെങ്കിൽ ഭൂമി നിരപ്പ് കറക്റ്റ് ലെവലായിരിക്കില്ല. അപ്പോൾ ഇത് കറക്റ്റ് റെയിൽ പാളം പോണ പോലെ, ട്രെയിൻ പോണ പോലെ ഇത് പോകണം, കുലുങ്ങാതെ അനങ്ങാതെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പാക്ക് ചെയ്യും, സ്പിരിറ്റ് ലെവൽ വെച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. അത് സാധാരണ അതിൻ്റെ കട്ടത്തടിയും ആപ്പും ഒക്കെ വെക്കുന്നത് അതിൻ്റെ തന്നെ ഓപ്പറേറ്റേഴ്സാണ്. ഈ ക്രെയിൻ യൂണിറ്റിന് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, 3-4 പേരുണ്ടാവും, അവരാണത് ചെയ്യാറ്. പിന്നെ അതൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന അപ്രൻറ്റീസുകളുണ്ടാവും. ഇപ്പം ക്യാമറയിൽ അപ്രൻറ്റീസായിട്ട് വരുന്ന പിള്ളേരുണ്ട്. ചില ക്യാമറമാർ പറയും അതൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് പറയും. കാര്യം അതും അവൻ പഠിച്ചിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുട്ടൻ സാറിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള നിഷ്കർഷകളൊന്നും ഇല്ലായിരുന്നു. നമുക്കങ്ങനെ ഒബേ ദ ഓർഡർ പരിപാടി ഒന്നുമില്ല. പിന്നെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അപ്രൻറ്റീസാണ് ഫസ്റ്റ്. അപ്പോൾ യൂണിറ്റുകാർ പറയും പിന്നെ ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ടുപോവാ, ഇവർ തമിഴ് യൂണിറ്റാണ്, ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് വാ എന്ന് പറയും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പേപ്പർ എടുത്ത് കൊണ്ടു കൊടുക്കും. ക്ലിപ്പെങ്കെ അങ്ങനെ ക്ലിപ്പ് എടുക്കാനായിട്ട് വരുന്നത് ബാഗിനകത്തുനിന്ന് ക്ലിപ്പ് എടുത്തുകൊണ്ട് കൊടുക്കും. ഒന്നും പറ്റാതിപ്പോൾ 2 വേണോ എന്നൊരുത്തം പറയും. അപ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരുത്തം ചോദിക്കും, എന്താ വൈറ്റ് പേപ്പറെങ്കെ എടുത്തിട്ട് വാ, ഗേറ്റ് വേ പേപ്പർ എടുത്തിട്ട് വാ എന്ന് പറയും. മറ്റേ എടുക്കും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അപ്പം ഇപ്പം നമ്മൾ ഈ പേരുകൾ പഠിക്കാം. ബ്ലാക്ക് പേപ്പറൊക്കെ അതിന് മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗേറ്റ് വേ പേപ്പർ നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ആദ്യം ഗേറ്റ് വേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആപ്പടെ ഇത് എന്താണ് ഗേറ്റ് വേ? അപ്പം ഞാൻ അവിടെ നിന്ന് ആളിനോട് ചോദിച്ചു, ചേട്ടാ ഗേറ്റ് വേ പേപ്പർ എന്തോ ഇല്ലിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ പേര് പഠിച്ചത്. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായി. നമുക്കറിയാൻ മേലാത്തൊരു പണിയുടെ. പിന്നെ നമ്മുടെ അവിടെ ഉള്ള എക്സ്പീരിയൻസ് കുറേ പിന്നെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അനിയത്തിപ്രാവിൽ ചാക്കോച്ചൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് ഇടയ്ക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പനെ കാണാൻ വേണ്ടിയിട്ട് ബൈക്ക് ഗേറ്റ് തുറന്ന് കിടക്കുന്ന ഇതിലേക്ക് ബൈക്ക് കൊണ്ടുവന്ന് ഒരു പൊസിഷൻ നിർത്തിയിട്ട് നേരെ അകത്തേക്ക് കയറും. ഇത് എടുക്കുകയാണ്. അപ്പം ലൈറ്റപ്പ് എല്ലാം ചെയ്തു റെഡിയായി റോഡിൽ കൂടെ. അപ്പോൾ റോഡ് കമ്മിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിലൂടെ മറ്റു വാഹനങ്ങളൊന്നും പോകാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തു അവിടെ. ഇതൊന്നും നമ്മളറിയുന്നില്ല, നമ്മൾ വേറൊരു ഭൗമലോകത്ത് നിൽക്കുക. അപ്പോൾ റെഡി, ചാക്കോച്ചൻ അവിടെ ബൈക്കിൽ ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഓർഡർ കൊടുക്കുമ്പം, സിഗ്നൽ കൊടുക്കുമ്പോൾ അവിടെ നിന്നിട്ട് വേറൊരാൾ പറയും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ക്യാമറ സ്റ്റാർട്ട്, ആക്ഷൻ, ചാക്കോച്ച വാ ആണ്. ചാക്കോച്ചൻ വരുന്നു, ഒരിടത്തുകൊണ്ട് നിർത്തി. കട്ട് 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 എന്ന് ക്യാമറ പറഞ്ഞു. എന്ത് പറ്റി വിട്ടാ? ഡയറക്റ്റ് ചോദിച്ചു, എന്ത് പറ്റി? പൊസിഷൻ മാറിപ്പോയി സാർ. അയ്യോ, ആ പൊസിഷനൊരു മാർക്ക് കൊടുത്താണ് സാർ, അത് കാണുന്നില്ല. ശരി, ഒന്നും കൂടെ പ്ലീസ്, ഒന്നും കൂടെ. വീണ്ടും റീടേക്കിന് പോയി. അപ്പം ഈ മാർക്ക് കൊടുത്ത കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ വേറൊരു എന്തോ നോക്കിയൊക്കെ നിൽക്കായിരുന്നു. ഈ ഷോട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നോക്കിയപ്പം അവിടെ ഒരു ചുള്ളിക്കമ്പ് കിടക്കുന്നു ഫ്രെയിമിൽ. ഞാൻ നേരെ ഓടി ചെന്നിട്ട് സാർ എന്ന് പറഞ്ഞിട്ട് നേരെ എന്നിട്ട് ഈ ചുള്ളിക്കമ്പ് എടുത്തു. അവിടെ എന്നിട്ട് അവിടെ ചുള്ളിക്കമ്പ് ആര് പറഞ്ഞു എന്നോട്? നീയാ നേരത്തെ ചുള്ളിക്കമ്പ് എടുത്തത്. മനസ്സിലായി? ഫീൽഡ് ക്ലിയർ ചെയ്തതാ. ഞാനൊരു നന്മയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഫ്രെയിമിലില്ലാത്ത സംഭവമാണ്. അത് അയാൾക്ക് ടയർ കൊണ്ട് നിർത്താനുള്ള മാർക്ക് കൊടുത്തതാണ്.
അപ്പോൾ എനിക്ക് ആ ഫ്രെയിമിനെ കുറിച്ച് ധാരണയില്ല. ഇതെന്തിനാണ് ഇത് ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതൊരു ഫ്രെയിമിൽ ഒരു ചുള്ളിക്കമ്പ് കിടന്നു എടുത്ത് മാറ്റി, ഇത്രേ ഉള്ളൂ. അങ്ങനെ കുറേ സംഭവങ്ങൾ ആദ്യകാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറയുമ്പോൾ തന്നെ വിഷ്വലൈസ് ആണ്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇല്ല, അതിപ്പോൾ ഈ മനഃപൂർവ്വം അല്ല, അതിപ്പോൾ ഈ അല്ല അത് മനഃപൂർവ്വമല്ല. നമ്മളൊരു 4 ആളുടെ മുന്നിൽ വെച്ച് കേൾക്കുമ്പോൾ നമ്മൾ പുതിയൊരാൾക്ക് ന്യായം പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം തന്നെ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എനിക്ക് ഔട്ട് ഇറങ്ങി കഴിയും, അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്, നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കറിയത്തില്ലാത്ത ഇപ്പം ഞാൻ തന്നെ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒന്നും അറിയത്തില്ല, അവർ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അയ്യോ, എന്നിട്ട് തെറ്റിപ്പോകുമ്പോൾ നമ്മളെ അച്ചാറും പുച്ചാറും ചീത്ത പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ ഭയങ്കര അല്ല. ഇപ്പോൾ ഞാൻ ആദ്യം ഈ പറയുന്ന അനീതിപ്രാവിന് ചെല്ലുമ്പോഴും അതിനുശേഷം കുറേ സിനിമകൾ വരെ, ആദ്യത്തെ ഒരു 3-4 സിനിമകൾ വരെ, അപ്പം ആദ്യമൊക്കെ ചെന്നു. അപ്പം ലൈറ്റൊക്കെ പരിചിതമായി, ചെറിയ ലൈറ്റുകളൊക്കെ ഉണ്ട്. ഈ പിന്നെ ബേബി ലൈറ്റ് ഉണ്ട്, 2 kV 1 kV എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ലൈറ്റ്സ് അതൊക്കെ. അപ്പം സ്റ്റാൻഡ്, ലൈറ്റിൻ്റെ സ്റ്റാൻഡ്, കട്ടർ സ്റ്റാൻഡ്, ഈ ലൈറ്റ് ഉൾപ്പെടെ ഇരിക്കുന്ന സ്റ്റാൻഡ്. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം ആയല്ലോ. പിന്നെ ക്യാമറമാൻ പറയാം അവിടെ ഒരു ബേബി ലൈറ്റ് വെച്ചിട്ട് ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഇവരോട് പറയാൻ നമ്മൾ എന്നിട്ട് ഇതെടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഡേയ് യാർക്കിട്ട് കേട്ടടാ നീ ഞാറടാ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ തലക്കൊക്കെ ഇട്ട് അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ പണിയല്ലേ അത്. കാരണം അത് അവരുദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് താഴെ വീണ് പൊട്ടിയെന്ത്, അത് നമ്മുടെ ഡ്യൂട്ടിയല്ല, അത് അതിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ പാഠങ്ങളാണ്. ആത്മാർത്ഥത നമുക്ക് കുറച്ച് കൂടുതലായി. ആത്മാർത്ഥത കൂടുതലാണെന്ന് മാത്രമല്ല, നമ്മളുടെ അജ്ഞതയാണ് അതിൻ്റെ വിഷയം. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സിനിമയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ, പ്രോട്ടോക്കോളുകളുണ്ട്. നമ്മൾ അസിസ്റ്റൻറ്റ് ക്യാമറമാനാണ്, ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റാണ്. അദ്ദേഹത്തിനെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പരിപാടി. നമ്മൾ വേറെ എന്തെങ്കിലും ഇടപെടേണ്ടതില്ല. പിന്നെ ഇപ്പോൾ ഡയറക്റ്റ് ചോദിക്കുക എന്താ ആർട്ടിസ്റ്റ് എന്താ വരാതെ, അത് സാർ ആ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തു, അതിൻ്റെ ബട്ടൺ പൊട്ടിപ്പോയി, അപ്പോൾ അത് തയ്ക്കുകയാണിപ്പം. അപ്പം ഞാനവിടെ നിന്ന് ഉദാഹരണം പറയാം, ഞാനവിടെ നിന്ന് അത് ബട്ടൺ അവർ പഠിച്ചു പൊട്ടിച്ചോ സാറേ എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട കാര്യം എനിക്കില്ല. സംഗതി ശരിയായിരിക്കും, അവിടെ എന്തോ ഒരു സംഭവിച്ചില്ല, അത് പറ്റിപ്പോയതാ. ഇത് ഞാൻ ആക്ച്വലുള്ള സംഭവമാണ് ഈ പറയുന്നത്. പക്ഷെ അതവിടെ പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഞാനവിടെ പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? നമ്മളെ ഏൽപ്പിച്ചിരുന്ന ഡ്യൂട്ടി ഉണ്ട്, അത് മാത്രം നമ്മൾ ചെയ്യുക. അതർ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ കൈകടത്തി കഴിഞ്ഞാൽ അത് പണിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ജോഷി സാറിനെ പോലെയുള്ള ഈ ടൈറ്റ് ഫ്രെയിംസ് വെച്ചിട്ട് ഈ വിഷ്വൽ ഭംഗിയാക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ വേസ് ഉണ്ടാവും, അതിൻ്റെ ഒരു സൈഡിൽ അതിൻ്റെ ഒരു എഡ്ജ് ഉണ്ടാവും, ഒരു ഫ്ലവറിൻ്റെ എഡ്ജ് ഉണ്ടാവും, അതൊരു പ്രത്യേക കളറായിരിക്കും, അതിനൊരു ഹൈലൈറ്റ് കൊടുക്കും, അതിനെ ബൂസ്റ്റ് ചെയ്യും. വേറെ പ്രോപ്പർട്ടിയുടെ ഒരു എഡ്ജ് വേറൊരിടത്തുണ്ടാവും, ഇതിനിടയ്ക്ക് ഒരു മെഴുകുതിരി ഉണ്ടാവും, ഈ മെഴുകുതിരിയിലായിരിക്കും ഫോക്കസ് നിൽക്കുക. അതിനങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനപ്പുറത്തൊരു കന്യാമറിയത്തെപ്പോലൊരു പെണ്ണിരുന്ന് കണ്ട് ഇങ്ങനെ കരയുന്നൊരു സാധനമായിരിക്കും. ഇതായിരിക്കും ഫ്രെയിം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ഷോട്ടിൽ ഈ മെഴുകുതിരി അവിടെ ആയിരിക്കില്ല, സാധാരണ അങ്ങോട്ട് മാറ്റിയായിരിക്കും വെച്ചേക്കുന്നത്. ഈ ഫ്ലവർ വൈസ് അവിടെ എങ്ങുമല്ല, ഈ ടേബിളിൻ്റെ എഡ്ജിലായിരിക്കും. ഇത് ആ ഫ്രെയിമിൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അത് കുറച്ച് ലെഫ്റ്റ് എടുക്കുക, ഇത് കുറച്ച് റൈറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറമാനാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഫ്രെയിം നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ചെല്ലുകയാണ്, ഇതൊന്നും അറിയാണ്ട് ഈ ഫ്ലവർ വൈസ് ഇവിടെ അല്ലല്ലോ ഇരുന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റും. ഇത് ആരെ കൊണ്ടാണ് ഡയറക്ടർ ഈ ക്യാമറമാൻ മാറ്റിക്കുന്നത് അറിയാമോ? ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻസ് ഉണ്ട്, അവരെ കൊണ്ടാണ് ഇത് മാറ്റിക്കുന്നത്. അത് തൊടാനുള്ള അവകാശം അവർക്ക് മാത്രമേ ഉള്ളൂ. അതിന് വേറൊരു ഉദാഹരണം അന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒരു മേശ, ഒരു കസേരയുണ്ട്. അപ്പോൾ ക്യാമറമാൻ പറയാം ആ മേശയും കസേരയും കുറച്ചുകൂടി റൈറ്റ് എടുക്കുമെന്ന് പറയും. നമ്മൾ ചാടി ചെന്നിട്ട് ഈ മേശ ഒരു വലിക്കും. ഇവൻ ഒരു ആപ്പൊക്കെ കുത്തി കയറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു മേശയായിരിക്കും ഇത്. മനസ്സിലായില്ലേ? കാര്യം ഇതിന് ശേഷം മറ്റവനിൽ അവനെ ഒരു അടി കൊടുത്തിട്ട് അമ്മ വന്ന് വീണ് ഈ മേശ ഒടിഞ്ഞ് താഴെ പോകുന്നൊരായിരിക്കും സാധനം. അപ്പം ഇവൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും ഇത് വെച്ചേക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്നിട്ട് പിടി പിടിക്കാതെ എല്ലാം കൂടെ 4 കഷ്ണമായിട്ട് താഴെ വീഴും. അപ്പം ചോദിക്കും നിങ്ങളോട് ആര് പറഞ്ഞത് പിടിക്കാൻ?
അതിന് ഞങ്ങളിവിടെ ഇല്ലേ, ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റുകാർ വരും, നമ്മുടെ തൊള്ളേ കയറും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വേറൊരു സംഭവം ഉണ്ടായി. ഒരു ഷോർട്ട് ഫിലിമിന് ഞാനും വേറെ ആർട്ടിസ്റ്റ് 2 പേരാണ്. അപ്പോൾ ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 കസേര ഇട്ടിട്ട് ഒരു നൈറ്റാണ്, ഒരു ഡൂം ലൈറ്റ് ഉണ്ട്, അതിൻ്റെ കീഴിലിരുന്ന് മദ്യപിക്കുന്ന സീനാണ്. അപ്പോൾ ക്യാമറയിലെ അസോസിയേറ്റ് ഒരു പയ്യൻ, അവൻ ഈ ലൈറ്റ് കെട്ടി. അപ്പോൾ ഈ ഒരു ഷോട്ടിൽ ഞാൻ എഴുന്നേൽക്കണം. അപ്പോൾ എനിക്കൊരു കണക്കൂടലുണ്ട്, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഈ കണ്ണിൻ്റെ അവിടെ ഇതിൻ്റെ എഡ്ജ് വന്ന് കിടക്കും, എൻ്റെ ഫേസ് കവറായിപ്പോവും. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് മതി ഫ്രെയിമിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ ഇരിപ്പുണ്ട്. ഞാൻ വെച്ചു, മോനെ ഈ ലൈറ്റ് കുറച്ചുകൂടി മേളിലോട്ട് കെട്ടിയാൽ ഞാൻ എഴുന്നേൽക്കുമ്പം ഇതാവില്ലേ. അവൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ കെട്ടിയിട്ട് ഇറങ്ങി, സ്റ്റൂളൊക്കെ ഇട്ടിട്ട് കയറിയിട്ട് ഇറങ്ങി. ചേട്ടൻ അഭിനയിക്കാൻ വന്നതല്ലേ, അഭിനയിച്ചിട്ട് പോയാൽ മതി കേട്ടോ, അത് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഈ അടുത്ത കാലത്താണ്. ഞാൻ പറഞ്ഞു ഓക്കെ സോറി. ഷോട്ട് എടുത്തു, കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചു. അപ്പോൾ ഡയറക്ടർ മോണിറ്റർ നോക്കിയിട്ട്, ഇതെന്താണിത്, ആർട്ടിസ്റ്റിൻ്റെ ഫേസ് കാണണ്ടേ, ആ ലൈറ്റ് ഇച്ചിരി കൂടെ മേളിലോട്ട് കയറ്റി കിട്ടും, അതിൻ്റെ എഡ്ജ് ലൈറ്റ് വേണമെന്നില്ല അവിടെ എന്ന് ഡയറക്ടർ. അപ്പോൾ ക്യാമറ പറഞ്ഞിട്ട് ആ ലൈറ്റ് കുറച്ചുകൂടി ഹൈറ്റ് എടുത്ത് കിട്ടാൻ പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ നിന്നിട്ടൊരു നോട്ടം, ഈ അസോസിയേറ്റ് എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ മൈൻഡ് ചെയ്തില്ല, അവിടെ ഇരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് വേറെ ഷോട്ടിൽ ക്യാമറമാൻ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടു, ചേട്ടൻ ഇരിക്കുന്ന ചെയർ ഒരു ശകലം ലെഫ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു എന്താ വേണ്ടേ, ഇവിടെ ചേട്ടൻ ഇരിക്കുന്ന ചെയർ കുറച്ച് ലെഫ്റ്റ്. ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ വന്ന ആളാണ്, ചെയർ മാറ്റാൻ വന്നത് ആളല്ല, ആരെങ്കിലും വന്ന് മാറ്റിയിട്ടാൽ ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയണ്ടേ, കാരണം ഞാനതിനെ കാണുന്നത് എന്താണെന്ന് അറിയുമോ, നമ്മളൊരു കൂട്ടായ വർക്കാണ്. അത് സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്, മനസ്സിലായില്ലേ. പക്ഷെ അതിനെ ആ രീതിയിൽ എടുക്കാതെ ഈഗോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഞാനാണ് വലുത്, അങ്ങനെയൊന്നുമില്ല. അപ്പം എനിക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഒരു ലൊക്കേഷൻ ചെന്നിട്ട് പറയാം, ഞാൻ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മറ്റേ ആളായിരുന്നു, എനിക്ക് ആനയുണ്ടായിരുന്നു, ചേനയുണ്ടായിരുന്നു, പുപ്പായിക്ക് ആന ഉണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ആദ്യം തന്നെ പറയാം. അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളവിടെ ചെന്നിരിക്കുന്ന ഒരു ഫ്രീ മൈൻഡിൽ ചെല്ലുകയാണ്. പിന്നെ കഷ്ടകാലത്തിന് അറിയാവുന്ന ആരെങ്കിലും കാണും. ഒരു സിനിമ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഞാനിതൊന്നും പറയാറില്ല സാധാരണ, എൻ്റെ പ്രീവിയസ് ഒന്നും ഞാൻ പറയാറില്ല. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരാൾ, നമ്മളെ അറിയുന്ന ഒരാൾ യൂണിറ്റിലോ പ്രൊഡക്ഷനിലോ ആരെങ്കിലും ഒരാൾ കാണും. അപ്പോൾ അവർ പറഞ്ഞിട്ട് ചേട്ടൻ ഇന്ന ആളല്ലേ? ഞാൻ പറഞ്ഞതെ, അയ്യോ ഇത് അഭിനയൊക്കെ എന്ന് തുടങ്ങി എന്ന് ചോദിക്കും. ഇവൻ ചെന്നിട്ട് ബാക്കിയുള്ളവരോട് പറയും, ആ കക്ഷി ഏതാണെന്നറിയോ, പണ്ട് മറ്റേ ആനന്ദക്കുട്ടൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കക്ഷിയാണ്. അപ്പോൾ അവർ ഒരു ചർച്ച നടക്കും, അത് ആ പുള്ളി കറക്റ്റ് പൊസിഷനൊക്കെ പിടിച്ച് നിൽക്കുന്ന അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് നേരെ ക്യാമറാമാൻ്റെ ചെവിയിലെത്തും. അപ്പോൾ നമ്മളൊന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ ക്യാമറമാൻ ഇങ്ങനെ നോക്കി പതിവില്ലാതെ ഒരു ചിരിയിരിക്കും, നമ്മളും ചിരിക്കും. പിറ്റേന്ന് ദിവസം രാവിലെ ആയിരുന്നു ക്യാമറമാൻ പതിവില്ല വിഷ് ചെയ്യും, ഗുഡ് മോർണിംഗ് പറയും. അപ്പോൾ നമ്മളായിരിക്കും പുള്ളി എന്താ നമ്മളോട് ഗുഡ് മോർണിംഗ്, സ്നേഹം കൊണ്ടായിരിക്കും. ചേട്ടൻ കുട്ടസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. എത്ര പടം വർക്ക് ചെയ്ത്? പിന്നെ അതായി ഉടനെ ഡയറക്ടർ എല്ലാവരും അറിഞ്ഞു ഈ സംഭവം. ഇത് ചിലപ്പോൾ പാരയാവും.